സമുദ്രനിരപ്പിൽ നിന്നും സുമാർ ഒരു 150 മീറ്ററോളം ഉയരെ നിന്നുകൊണ്ട് സാംസ്കാരിക മതേതര നവഹരിത കേരളത്തിന് നേരെ നമ്മുടെ വിനായകൻ നിരുപാധികം തുണിപൊക്കി. അതാണ് സത്യം. ഒട്ടും അമാന്തം കൂടാതെ അന്തരീക്ഷ വായു വിനായകന്റെ നഗ്നതയെ നിർന്നാണം പുണരുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ അത് സാഹിത്യവുമായി. അതെന്തോ ആവട്ടെ, സത്യമായാലും സാഹിത്യമായാലും ഒരു കാര്യം ഉറപ്പാണ്, പച്ച മനുഷ്യനാണ് വിനായകൻ. ഉച്ചയ്ക്കുള്ള പച്ചത്തറി പതിവ് പോലെ അയൽവാസിക്ക് സമ്മാനിച്ചു നിൽക്കുകയായിരുന്നു ആ പച്ച മനുഷ്യൻ. പച്ച നിറമുള്ള ഒരു മുണ്ടായിരുന്നു വിനായകന്റെ നാണത്തെ മറച്ചിരുന്നത്. പച്ചമുണ്ട്. അയൽവാസികളുടെ കാതുകൾക്ക് പച്ചത്തറി വിളമ്പുന്നതിനിടെ പച്ചമുണ്ടെടുത്ത ആ പച്ച മനുഷ്യന് ഒരു വെളിപാടുണ്ടായി. ഒരുവന്റെ നഗ്നതയ്ക്ക് അപരന്റെ മാനത്തെ ഉപദ്രവിക്കാനുള്ള ത്രാണിയില്ല. ഒട്ടും തന്നെയില്ല, തീരെയില്ല, അല്പം പോലുമില്ല. അതൊരു പച്ചയായ സത്യമായിരുന്നു. കൂറ്റനൊരു നഗ്ന സത്യം, ഹരിത സത്യം. ഹരിത കേരളത്തിന് പക്ഷേ അപരന്റെ നഗ്നത അപരാധവും ആക്ഷേപവുമാണ്. നഗ്നത സത്യത്തിന്റെ ജൈവരൂപമാണെന്ന നഗ്നസത്യം ഹരിത കേരളീയർക്ക് തീരെ അറിയില്ല. പക്ഷെ നമ്മുടെ പച്ച മനുഷ്യനായിട്ടുള്ള വിനായകന് അത് നന്നായിട്ട് അറിയാം. നഗ്നതയിൽ നിന്നാണ് മനുഷ്യർ ജനിക്കുന്നത്, നഗ്നരായാണ് മനുഷ്യർ പിറക്കുന്നത്. അങ്ങനെയെങ്കിൽ നഗ്നത എങ്ങനെ നാണക്കേടാവും? നഗ്നത എങ്ങനെ അസഭ്യമാവും? നഗ്നത എങ്ങനെ അപരാധമാവും? ഇങ്ങനെയെല്ലാമുള്ള ചിന്തകളും ബോധ്യവുമെല്ലാം വിനായകന്റെ മണ്ടയിൽ വന്നടിച്ചു. വെറും വിനായകന്റെ മണ്ടയിലല്ല, നട്ടുച്ച നേരത്ത് പച്ചത്തെറി വിളമ്പി പച്ചമുണ്ടാൽ നാണം മറച്ചു നിൽക്കുന്ന പച്ച മനുഷ്യനായിട്ടുള്ള സാക്ഷാൽ വിനായകന്റെ തിരുമണ്ടയിലാണ് ഇത്തരം ചിന്തകളും ബോധ്യങ്ങളും ഒക്കെ വന്നടിച്ചു കൊടുത്തത്. ആ നിമിഷം മറ്റൊന്നും വിനായകൻ ആലോചിച്ചില്ല. പച്ചമുണ്ടുരിഞ്ഞ് പച്ചത്തെറിയുടെ അകമ്പടിയോടെ നല്ല കരിമ്പച്ച നഗ്നത സാംസ്കാരിക മതേതര നവ കേരളത്തിനു മുന്നിൽ നേർനാണം വിനായകൻ അനാവൃതമാക്കി കൊടുത്തു. ഒരു നഗ്ന സത്യം പ്രബുദ്ധ കേരളീയരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ആ തുണിയുരിയൽ, അല്ലെങ്കിൽ ആ മുണ്ടുപൊക്കൽ. അതായത് അവരെന്റെ മാനത്തെ ഉപദ്രവിക്കാനുള്ള ത്രാണി ഒരുവന്റെ നഗ്നതയ്ക്ക് തീരെയില്ല എന്ന സത്യം അത് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ മുണ്ടുപൊക്കൽ. അതിനുവേണ്ടി മാത്രമാണ് ആ പച്ച മനുഷ്യൻ പച്ചത്തെറിയോടെ പച്ചമുണ്ടുപൊക്കി തന്റെ കരിമ്പച്ച നഗ്നത ഹരിത നവ കേരളത്തിന് നേരെ പ്രദർശിപ്പിച്ചത്. അതാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം. സമുദ്രനിരപ്പിൽ നിന്നും കുറഞ്ഞത് 100-150 മീറ്ററോളം ഉയരെ നിന്നുകൊണ്ട് തുണിപൊക്ക് കർമ്മം നടത്തിയതിനാൽ സാംസ്കാരിക മതേതര നവഹരിത കേരളത്തിന് വിനായകലിംഗം വൃഷ്ണസമേതം നല്ല വെടിപ്പിന് കാണാൻ കിട്ടിയെന്നുള്ളതാണ് ആ പൊക്കുകൊണ്ടുള്ള, അത്രയും ഉയരത്തിൽ നിന്നുള്ള പൊക്കുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണം. വിനായകന്റെ നഗ്നതയ്ക്ക് അപരന്റെ മാനത്തിന് വിനാശം പകരാനുള്ള കായബലമില്ലെന്ന് ഹരിത കേരളത്തിനെ കണ്ടു മനസ്സിലാക്കാനും പറ്റി. ഒന്നാലോചിച്ചാൽ ആത്മവിശ്വാസം വിനായകനിൽ അപാരമായിട്ടുള്ള അളവിൽ ഉദ്ധരിച്ച് നിൽപ്പുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം വെടിവെപ്പുകാരികളായിട്ടുള്ള ഹാഷി ഷബുവിന്റെ പിടുക്കു നോക്കി പെണ്ണുങ്ങൾ വിലയിരുത്തൽ ബുദ്ധിയോടുകൂടി താഴെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടാവുമെന്ന ചിന്ത കൂടാതെ ഉടുമുണ്ട് പൊക്കി വൃഷ്ണസമേതം വിനായകലിംഗം അന്തരീക്ഷത്തിലാട്ടാൻ അയാൾക്ക് കഴിഞ്ഞത് അപാരമായിട്ടുള്ള ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. പോകൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അത് തന്നെയാണ് വാസ്തവമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാഷി ഷബുവിന്റെ വെടിച്ചി പെണ്ണുങ്ങളുടെ പിടുക്കു നിരീക്ഷണാസക്തി കാരണമുള്ള നാണം കൊണ്ട് നേരെ ചൊവ്വെ വെടികൊണ്ട് ചാവാൻ കാട്ടുപന്നികൾ പോലും മടിക്കുന്ന ഈ രാസരസ വെടിലഹരിക്കാലത്താണ് ഹരിത കേരളത്തിനു മുന്നിൽ വിനായകൻ നിർനാണം പിടുക്കു പ്രദർശനം നടത്തുന്നത്. അംഗീകരിക്കപ്പെടേണ്ടതാണ് വിനായക പുരുഷന്റെ ആ ആത്മവിശ്വാസം. അല്ലേ? നേരല്ലേ? റിയാക്ഷൻ എന്ന കലാരൂപത്തിന് കീഴിൽ ഒരു വരുമാന സമ്പ്രദായം നമ്മുടെ യൂട്യൂബിലുണ്ട്. ഹാഷി ഷബു പടനായകനാകുന്ന പരിഷ്കൃത കേരളത്തിലെ പുല്ലുപുകയ പടയിലെ പിടുക്കു നിരീക്ഷകളായിട്ടുള്ള വെടിച്ചിക്കുട്ടികൾ വിനായകൻ നടത്തിയ വൃഷ്ണസമേതമുള്ള ലിംഗ പ്രദർശനത്തെ മുൻനിർത്തി പിടുക്കു വിലയിരുത്തലിൽ വക കൊള്ളിച്ചുകൊണ്ട് റിയാക്ടിംഗ് വീഡിയോയുമായി ഇനി വരുമോ ഇറങ്ങുമോ എന്നുള്ള കാര്യം മാത്രമാണ് പോങ്ങന് ചെറിയ ആശങ്കയായി ഈ തുണിപൊക്കുമായി ബന്ധപ്പെട്ട് നിലവിൽ പോങ്ങന്റെ ഉള്ളിലുള്ളത്. എന്തായാലും പോങ്ങൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള പോങ്ങന്റെ ആദരവ് നില ഒരു പ്രമുഖ നടിയുടെ നിതംബ നില പോലെയാണ്. ചിലപ്പോൾ ഉയർന്നു കാണപ്പെടും, മറ്റു ചിലപ്പോൾ സ്വല്പം ഇടിവ് സംഭവിക്കുകയും ചെയ്യും. ഞാൻ പുലയനാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ വിനായകനോട് എനിക്ക് വലിയ ആദരവുണ്ട് എന്നുള്ളതാണ് നേര്. ഞാൻ നായന്മാരുടെ പോപ്പാണെന്ന് പ്രഖ്യാപിച്ച പെരുന്നയിലെ മൂത്ത നായരേക്കാൾ എനിക്ക് ആദരവും ബഹുമാനവും മതിപ്പും പ്രിയവും ഒക്കെ ഉള്ളത് ശ്രീ വിനായകനോടാണ്. ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിവാദങ്ങൾ ആദരവിടിച്ചിലുണ്ടാക്കിയെങ്കിൽ പോലും നുണയടം സുനിലൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പണ്ണി സഭിക്കാടൻ മുതലായിട്ടുള്ള വേന്ദ്രന്മാരെ ഹിന്ദു ദളിതർ ഒരു കാരണവശാലും നമ്പരുതെന്ന് പറഞ്ഞപ്പോൾ വിനായകനോടുള്ള മനോഭാവത്തിൽ ആദരവ് വർധന സംഭവിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ വിനായകൻ പല നിലയ്ക്കും വളരെ ഭേദപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് പോങ്ങന്റെ ഒരു വിചാരം, മനസ്സിലാക്കൽ, വിശ്വാസം. തെറി പറയാനും നീലച്ചടയൻ പുകയ്ക്കാനും മയക്കുമരുന്ന് സേവിക്കാനും സ്വതന്ത്ര
സംഘഭോഗത്തിൽ ഏർപ്പെടാനും കാട്ടുപന്നികളുടെയും നാട്ടുപന്നികളുടെയും ഒക്കെ പിടുക്കു നിരീക്ഷണം നടത്താനുമൊക്കെയുള്ള അവകാശമാണ് സ്ത്രീ സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ സ്ത്രീ സമത്വം എന്നിവ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കരുതുന്ന ഹാഷിഷബുക്കളും അവറ്റകളുടെ വെടിച്ചുകളും പുരോഗമന ബുദ്ധരാവുന്ന ഒരു നാട്ടിൽ വിനായകൻ എത്രയോ 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 മെച്ചമാണ്, അല്ലേ? ഹാഷിഷബുക്കളൊക്കെ സാംസ്കാരിക നായകരാവുന്ന ഒരു നാട്ടിൽ തീർച്ചയായിട്ടും വിനായകനൊക്കെ എത്രയോ ഭേദമാണ്. ഹാഷിഷബുക്കളോളം സാമൂഹ്യ വിരുദ്ധത നമ്മുടെ വിനായകനിൽ ഇല്ല, ഒട്ടുമില്ല. എന്ന് മാത്രവുമല്ല, പാലക്കാട് ഒരു 17-കാരൻ സ്കൂളിലെ പ്രധാന അധ്യാപകന് മുന്നിൽ വെച്ച് തന്റെ ഗുരുനാഥന് നേരെ വധഭീഷണി മുഴക്കിയത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ കേട്ടു. ആ സ്കൂളിൽ നിരോധിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു എന്നുള്ളതാണ് വിദ്യാർത്ഥിയെ ഘാതകാസക്തനാക്കിയ സംഗതി. എന്നാൽ മൂക്കൊപ്പം ലഹരിയിൽ കഴിയുമ്പോൾ പോലും മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ നല്ല പച്ചത്തെറി പറഞ്ഞും പച്ചമുണ്ട് പൊക്കിയും നേരം പോക്കാനാണ് സത്യത്തിൽ വിനായകൻ മനസ്സുവെക്കുന്നത്, അല്ലെ? പ്രായപൂർത്തിയാവും മുന്നേ ഗുരുനാഥന്റെ രക്തത്തിനായി ദാഹിക്കുന്ന മാർക്കോ കുഞ്ഞുങ്ങളെക്കാൾ എത്രയോ 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 നിരുപദ്രവകാരിയാണ്, സത്യത്തിന്റെ ജൈവരൂപമാണ് നഗ്നതയെന്ന് ഉടുമുണ്ട് പൊക്കി സമൂഹത്തെ പഠിപ്പിക്കുന്ന നമ്മുടെ വിനായകൻ, അല്ലെ? എത്രയോ ഭേദമാണ്. പിടുക്കു നോക്കികളായിട്ടുള്ള വെടിച്ചിക്കുട്ടികളുടെയും പുല്ലുപുകയ പടയാളികളായിട്ടുള്ള ഹാഷിഷബുക്കളുടെയും ഗുരുചോരക്കൊതിയരായിട്ടുള്ള മാർക്കോ കുഞ്ഞുങ്ങളുടെയും ഒക്കെ സ്വന്തമായിട്ടുള്ള ഈ പ്രബുദ്ധ ഹരിത നവകേരളത്തിന് നേരെ നട്ടുച്ചയ്ക്ക് പച്ചമുണ്ട് പൊക്കി പച്ചത്തെറി പറഞ്ഞ് സ്വന്തം കരിമ്പച്ച നഗ്നത ഉയർത്തിക്കാട്ടുന്ന സാക്ഷാൽ വിനായകൻ പോങ്ങനെ സംബന്ധിച്ച് ഈ നാടിന്റെ സാംസ്കാരിക മുഖമാണ്. മതേതര ഹരിത നവകേരളത്തിന്റെ സാംസ്കാരിക മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിനായകന്റെ മുഖമാണ്, അല്ലെങ്കിൽ ആ സാംസ്കാരിക മുഖം വിനായകനാണ് എന്ന് പറയുന്ന വിചാരമാണ്, വിശ്വാസമാണ് പോങ്ങൻ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. അങ്ങനെയാണ് വിനായകനെ പോകൻ കാണുന്നത്. വിനായകൻ മുണ്ടുപൊക്കി കാണിച്ച ആ നഗ്നസത്യം പിടുക്കു നോക്കികളുടെ സ്വന്തം നാടായിട്ടുള്ള ഹരിത കേരളം മനസ്സിലാക്കാതെ പോകരുതെന്നുള്ള ഒരു അഭ്യർത്ഥന തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. അതായത്, ഒരുവന്റെ നഗ്നതയ്ക്ക് അപരന്റെ മാനത്തെ ഉപദ്രവിക്കാനുള്ള ത്രാണിയില്ല. നഗ്നതയിൽ നിന്നാണ് മനുഷ്യർ ജനിക്കുന്നത്, നഗ്നരായാണ് മനുഷ്യർ പിറക്കുന്നത്. അങ്ങനെയെങ്കിൽ നഗ്നത എങ്ങനെയാണ് നാണക്കേടാവുക? നഗ്നത എങ്ങനെയാണ് അസഭ്യമാവുക? നഗ്നത എങ്ങനെയാണ് അപരാധമാവുക? Seguido me verán por el y navegar con un perfil bajo de andar. Traigo pacas verdes buenamente siempre al frente y bien pendientes listos para accionar. No soy de problemas, pero si buscas la encuentras, la pacada nunca de faltar. Y bien placos son en el Acura 905, les de arremangar. Ey, siempre con mi Dios y mis zampuditas a la orden del viejón. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹരിത നവകേരളത്തിന് നേരെ ഈ പോങ്ങൻ വളരെ ആദരവോടുകൂടി Pacas tronando y en arrancones me ven zumbando.